അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഫ്സ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ വീട്ടിലാരും പഫ്സ് ഉണ്ടാക്കി നോക്കൂല. ഒന്നാമത് അതിൻ്റെ ആ വനസ്പതി കിട്ടുന്ന ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് വനസ്പതി യൂസ് ചെയ്തിട്ട് തന്നെയാണ്. മാർജറിൻ ഗോൾഡൻ പഫ് എന്ന് പറഞ്ഞൊരു മാർജറിന് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ബട്ടർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി. കഴിക്കാനും ടേസ്റ്റാണ് ബട്ടർ യൂസ് ചെയ്താൽ. പിന്നെ ഹെൽത്തി ആണല്ലോ. ഷോപ്പിലൊക്കെ യൂസ് ചെയ്യണത് ഈ മാർജറിന് യൂസ് ചെയ്തിട്ടാണ്. അപ്പോഴാണ് ആ പഫ്സിന് ആ ഒരു പൊടിച്ചിലും കുറേ ലെയറൊക്കെ എടുത്ത് വരിക. ബട്ടർ യൂസ് ചെയ്താൽ ലെയർ എടുക്കില്ല എന്നുള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ ഞാനത് വീഡിയോയിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമുക്കിനി ഇതിലേക്ക് എന്തൊക്കെ വേണ്ടത് നോക്കാം. ഞാൻ 500 ഗ്രാം മൈദ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ 500 ഗ്രാം മൈദയിലേക്ക് 5 ഗ്രാം സോൾട്ടും 25 ഗ്രാം ഷുഗറുമാണ് വേണ്ടത്. പിന്നെ നമുക്ക് വാനിലേൻ്റെ പൗഡർ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ടാൽ നല്ലതാണ്. ഞാൻ ഇട്ടിട്ടില്ല, എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വേവ് മെഷീൻ വേണമെന്ന്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേവ് മെഷീന് നല്ലതാണ്. ഇതിനധികം പൈസ ഒന്നും വരുന്നില്ല. 300-400 റേഞ്ചിലേ വരുന്നുള്ളൂ. വാങ്ങിയാൽ നമുക്ക് എല്ലാത്തിനും നല്ലതാണ്. പിന്നെ ഇതിന് കറക്റ്റ് അളവൊന്നും വേണ്ട കേട്ടോ. 1 ഗ്രാമോ 2 ഗ്രാമോ കൂടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 25 ഗ്രാം ഷുഗർ അളന്നെടുത്തിട്ടുണ്ട്. അതും മൈദയിലേക്ക് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് വെള്ളം 250 ml ആണ് വേണ്ടത്. അപ്പം അതും ഞാൻ ഇതിൽ തന്നെ 250 ഗ്രാം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊഴിക്കണം. പിന്നെ 50 ഗ്രാം ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ, ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാർജറിൻ തന്നെയാണ്. 50 ഗ്രാം അത് മൈദയിലേക്ക് ഫസ്റ്റിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നോക്കി ഒഴിച്ചു കൊടുക്കണം. ഒറ്റയടിക്ക് തന്നെ ഫുള്ള് ഒഴിച്ചു കൊടുക്കരുത്. കാരണം നമുക്ക് ചിലപ്പോൾ വെള്ളം ഏറിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ മൈദ ഇട്ട് അങ്ങനെ കുറേ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ നോക്കി ഒഴിച്ചാൽ മതി. ചിലപ്പോൾ 2-3 ടേബിൾ സ്പൂണും കൂടി വെള്ളം വേണ്ടി വരും. അത് മൈദക്കനുസരിച്ചിരിക്കും. എനിക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ വെള്ളം. എന്നിട്ട് നമുക്ക് നന്നായി പിന്നെ കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് ഞാൻ കുഴക്കുന്നത്. നന്നായി കുഴച്ചതിൻ്റെ ശേഷം പിന്നെ നമുക്ക് 2 കൈ കൊണ്ടും നല്ലോണം കുഴച്ചെടുക്കണം. സോഫ്റ്റ് ആവണ വരെ കുഴച്ചിട്ട് നമുക്കൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ ചെയ്തത് കണ്ടോ, അതേപോലെ അങ്ങനെ ഉള്ളിലേക്ക് വലിച്ച് വെച്ചിട്ട് നമുക്ക് മൈദനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം 10 മിനിറ്റ്. അപ്പോഴേക്കും നമുക്ക് മാർജറിന് വീണ്ടും അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മാർജറിനാട്ടത് ഞാൻ 250 ഗ്രാം എടുക്കുന്നുണ്ട്. ബട്ടർ ആണെങ്കിൽ ബട്ടർ എടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ജസ്റ്റ് ചൂടാക്കാനേ പറ്റുള്ളൂ കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലോണം സോഫ്റ്റായി കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ തേക്കാനുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ബട്ടറാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യം വരില്ല. കാരണം പുറത്ത് വെച്ചാൽ തന്നെ ബട്ടർ നല്ലോണം മെൽറ്റായി വരുമല്ലോ. ഇത് ഒരു തരം വനസ്പതിയാണ്. ഞാനിവിടെ ഗോൾഡൻ പഫ്സ് എന്ന് പറഞ്ഞൊരു വനസ്പതിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഷോപ്പിലൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും യൂസ് ചെയ്യണത്. നമുക്ക് പരത്തി കൊടുക്കാം. ഡോനെടുത്തിട്ട് കുറച്ച് മൈദ തൂവാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ബട്ടർ യൂസ് ചെയ്താൽ എന്താ പറയുക, ലെയർ ഉണ്ടാവില്ല എന്നുള്ളൂ. നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ പഫ്സ് നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ എന്താ പറയുക, വീട്ടിലുണ്ടാക്കി നോക്കാനൊക്കെ ഒന്നും കൂടി നന്നാവും. നമുക്ക് കട്ടി തന്നെ പരത്തിയിട്ട് കട്ടിയിൽ തന്നെ നമുക്കിത് തേച്ച് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മാവിൽ നല്ലോണം തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കണം. കുറച്ച് മൈദ ഇതിൻ്റെ മേലെ ഒന്ന് തൂവണം കേട്ടോ. ഇത് എന്താ പറയുക, ചൂടായി വരുമ്പോൾ ലീക്കായി പുറത്ത് വരാതിരിക്കാനാണ്. അത് നമുക്ക് മടക്കിയെടുക്കാം. ബുക്ക് ഫോൾഡ് എന്നാണ് ഇതിന് പറയുക. ഞാൻ മടക്കണ കാണുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ മടക്കിയെടുക്കുക. ഈസി മെത്തേഡാണ് ഇട്ടത്. 2-3 മെത്തേഡ് ഉണ്ട്. ഇതിൽ ഈസി മെത്തേഡാണിത്.
എന്നിട്ട് 2 സൈഡും ഒന്ന് ശരിക്കൊന്ന് ഇങ്ങനെ അമർത്തി കൊടുത്ത് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്കത് തിരിച്ചിട്ട് വെക്കണം. ഞാൻ വീണ്ടും 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് ഞാൻ എടുത്ത് പരത്തണത് കേട്ടോ. അപ്പോൾ ഒരു നനഞ്ഞ ടവൽ, അല്ലെങ്കിൽ ഞാൻ ആ പാത്രം കൊണ്ട് തന്നെ ഒന്ന് മൂടി വെച്ചിട്ടുള്ളതായിരുന്നു. നനഞ്ഞ ടവൽ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ ബട്ടറാണ് യൂസ് ചെയ്യണമെങ്കിൽ ആ 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി കേട്ടോ. കാരണം ബട്ടർ വേഗം മെൽറ്റ് ആവുമല്ലോ പുറത്തിരുന്നാലേ, അപ്പോൾ ലീക്കായിട്ട് പുറത്ത് വരും. ഇനി നമുക്ക് കുറച്ച് നൈസായിട്ട് പരത്തിയെടുക്കാം. ഒരു 1-1.5 ഇഞ്ച് കനത്തിലാണ് നമുക്ക് ഇനി പരത്തിയെടുക്കേണ്ടത്. എന്നിട്ട് ബാക്കിയുള്ള വനസ്പതി ഉണ്ടല്ലോ അത് ഫുള്ളും ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഫുള്ളും ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും പഴയതുപോലെ തന്നെ നമുക്ക് മടക്കിയെടുക്കാം. ഇതിലാണ് നമുക്കിതിൻ്റെ ലെയർ വരുന്നത്. ഈ മടക്കണ ഇത് കണ്ടോ, ഇതിലാണ് ഇതിൻ്റെ ലെയർ വരുന്നത്. മടക്കിയിട്ട് നമ്മൾ തിരിച്ച് വെച്ചു. അതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും അതിനെ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് മടക്കി, ബുക്ക് മടക്കണ പോലെ തന്നെ ഒരേപോലെ ആക്കി വെച്ചു. എന്നിട്ട് നമുക്കിതിനെ വീണ്ടും തിരിച്ചാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നനഞ്ഞ ടവലോ, ഞാൻ ആ പാത്രം തന്നെ വെച്ച് മൂടിയിരിക്കുകയാണ്. പിന്നെ ഇനി ഇതിലേക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കാം. അത് മോളാണ് അപ്പോഴേക്കും ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 6 മീഡിയം സൈസ് ഉള്ളിയാണ്. മീഡിയം സൈസാണ്, നല്ല വലുതല്ല. അതുകൊണ്ട് ഞാനൊരു 6-7 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഫില്ലിങ് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് നമുക്ക് എടുക്കാം ഉള്ളി. ഇവിടെ ഞങ്ങൾ ഒരുപാട്, ഇപ്പോൾ ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കാൻ കാരണം കുറച്ചധികം ഉള്ളി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എത്രയാണോ ഉള്ളി എടുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ എണ്ണ ഒഴിക്കേണ്ടത്. അപ്പോൾ മാക്സിമം കുറച്ച് എണ്ണ എടുക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ച് ഫില്ലിങ് ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ 1 ടേബിൾ സ്പൂണിയോ അത്രയൊക്കെ എടുക്കാൻ പാടുള്ളൂ. കാരണം കുറേ എണ്ണ ആയി കഴിഞ്ഞാൽ അത് എന്താ പറയുക, ഫില്ലിങ് റെഡിയാക്കുന്ന സമയത്ത് പഫ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അത് ലീക്കാവും, അങ്ങനെ പുറത്തോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എണ്ണ കുറച്ചതുപോലെ മസാല ഡ്രൈ ആയിരിക്കണം എപ്പോഴും, കുഴഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി നല്ലോണം നമ്മൾ വാട്ടുമ്പോൾ ജസ്റ്റ് പകുതി ആകുമ്പോൾ ഒരു മീഡിയം ആകുമ്പോഴേ നമ്മൾ ഇതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നുണ്ട്. ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വാടി കെട്ടിയാൽ മതി. എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നത്. ഞാൻ ഈ സമയത്ത് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മക്കളെ കഴിക്കുമ്പോൾ അതെടുത്ത് ഒഴിവാക്കും. അപ്പോൾ അത് കാരണം ഞാൻ ചെറുതാക്കി അരിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്, വീട്ടിലുള്ളതല്ലേ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട്. അപ്പോൾ മാക്സിമം അവരെ തന്നെ കഴിക്കുന്നതല്ല എൻ്റെ വെച്ചിട്ടാണ്. ഇപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ സ്റ്റേജിന് വിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വെളുത്തുള്ളി ഫുള്ള് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് രണ്ടും കൂടി ചതച്ച് വെച്ചതാണ്. അത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫില്ലിംഗ് എല്ലാം അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇവിടെ ഞങ്ങൾ കുറേ പേരുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും അധികം ഉള്ളി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 ഉള്ളി വെച്ചിട്ടുണ്ടാക്കാം, 1 ഉള്ളി വെച്ചിട്ടുണ്ടാക്കാം. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളക് ചതച്ച് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിവിടെ ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. പൊതുവെ എല്ലാവരും പഫ്സ് കടയിൽ നിന്ന് മേടിച്ചിട്ടാണ് കഴിക്കാറ്. നമ്മളാരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കാറില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ.
ഒന്ന് എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം. നമുക്ക് വീട്ടിൽ നമ്മളെ മക്കൾക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ പഫ്സ് എല്ലാം. ഇത് നന്നായി വഴറ്റി കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ പച്ചച്ചുവൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങൾക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുളക് പൊടി എടുത്തിട്ടുണ്ട്, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. മുളക് പൊടി വേണ്ടാത്തവർക്ക് ഒഴിവാക്കാവുന്നതുള്ളൂ. പകരം കുരുമുളക് പൊടിയും പച്ചമുളകും കൂട്ടാം. ഞാനിവിടെ ഒരു ചെറുതായിട്ടൊന്ന് കളർ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ലേശം മുളക് പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് ചിക്കൻ മസാലയാണ്. നിങ്ങൾക്ക് മീറ്റ് മസാല ഉണ്ടെങ്കിൽ മീറ്റ് മസാല എടുക്കാം, ചിക്കൻ മസാല ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇവിടെ ഞാൻ ചിക്കൻ മസാലയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി അഥവാ ഫെനൽ പൗഡർ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് നിങ്ങൾക്ക് എരിവ് കുറവാ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് കുരുമുളക് പൊടി ചേർക്കാം. അതല്ല പച്ചമുളക് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇതേ സമയം ഞാൻ കുറച്ച് കറിവേപ്പില ഫ്രഷായി ചേർത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചേർക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ ഞാൻ ഇപ്പോൾ ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞ് അതിലൊരു ഫ്രഷ്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു 2 എണ്ണം എടുത്തിട്ടുള്ള അരിഞ്ഞ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ സമയത്ത് എന്താണോ കുറവുള്ളത് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൽ ഒട്ടും തന്നെ എണ്ണയില്ല. ഇങ്ങനെ ഡ്രൈ ആയിരിക്കണം നമ്മുടെ മസാല എപ്പോഴും. ഇല്ലെങ്കിൽ നമ്മൾ പഫ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൂടെ അത് ലീക്കായി പോകും. എണ്ണയും മസാല എല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ നമ്മളെപ്പോഴും ഡ്രൈ ആക്കി എടുക്കാൻ ശ്രമിക്കണം. എണ്ണ മാക്സിമം കുറച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. കണ്ടോ, ഇതിൽ ഒട്ടും എണ്ണ ഇല്ല ഇതിൽ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടി. മസാല ഉണ്ടാക്കിയതിൻ്റെ ശേഷം നമുക്ക് വീണ്ടും ഡോനെ പരത്തിയെടുക്കാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കാം. ഇനി കുറച്ച് കനമില്ലാണ്ടാണ് പരത്തേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ബട്ടർ ആണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ അത് നന്നായി മെൽറ്റായി പോകും. അപ്പം ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എളുപ്പമാണ്, ഈസിയാണ് നമുക്ക് പഫ്സ് ഉണ്ടാക്കാൻ. ഞാൻ പിന്നെ ഇതിൽ അടുപ്പത്ത് വെച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരുന്നുണ്ട്. കുഴപ്പമില്ല. പിന്നെന്താ പറയുക, ഓവനിൽ വെച്ചാൽ അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഞാനത് എങ്ങനെയാണെന്ന്. ശരിക്കും ഇത് നീളത്തിലാണ് പരത്തേണ്ടത്. ഞാൻ പരത്തി വന്നപ്പോഴേക്കും അത് ശരിക്കും ചപ്പാത്തി പരത്തണ ആ ഒരു ഷേപ്പിലായിപ്പോയി. പിന്നെ അത് കൂട്ടി നമുക്ക് വീണ്ടും പരത്താനൊന്നും പറ്റൂല. എങ്കിലും ഞാൻ കുറേയൊക്കെ ഒപ്പിച്ചെടുത്തു. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഇത് കറക്റ്റിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിരുന്നു. അത് ഓർമ്മയില്ലാണ്ട് ഞാനൊന്ന് റൗണ്ടായി വരുന്നു ഇതിൻ്റെ ഷേപ്പ്. നമുക്ക് കുറച്ച് നൈസായിട്ട് ഒരു ഇഞ്ച് കനക്കേ പറ്റുള്ളൂ കേട്ടോ. ചപ്പാത്തിയിലേറെ കുറച്ചും കൂടി കനം വേണം അങ്ങനെ പരത്തിയെടുക്കേണ്ടത്. പൊടി ഒന്ന് ഇത് എന്താ പറയുക, ഒന്ന് മറിച്ചിട്ടിട്ട് അതിൻ്റെ താഴേക്ക് ഒന്ന് ഇത് മൈദപ്പൊടി തൂവി കൊടുക്കുന്നുണ്ട്, ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കത്തി എടുത്താലും മതി. ഞാനിവിടെ പിസ്സ കട്ടർ ഉള്ളതുകൊണ്ട് കട്ടർ കൊണ്ട് കറക്റ്റിന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. 4 സൈഡും കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട്
അപ്പോൾ കുറച്ച് കൂടുതൽ കട്ട് ചെയ്യേണ്ടി വന്നു, കാരണം 2 സൈഡ്, കാരണം ഞാൻ ആ പരത്തിയത് ഞാൻ പറഞ്ഞില്ല ആദ്യം റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ടേ കൂടുതൽ കട്ട് ചെയ്യേണ്ടി വന്നു. കുഴപ്പമില്ല, ഞാനത് വെച്ചിട്ട് ഞാൻ വീണ്ടും ഒട്ടിച്ചെടുത്തിട്ട് ഞാൻ പഫ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതല്ലാതെ നമുക്കത് കൂട്ടി പരത്താനൊന്നും പറ്റൂല. അങ്ങനെ കറക്റ്റ് ഷേപ്പിൽ വരണം കേട്ടോ. അപ്പം ഞാൻ കട്ടർ വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 3 ഇതായിട്ട് നമുക്ക് ഒരേപോലെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഒരു സ്കെയിലൊക്കെ വെച്ച് നോക്കിയാൽ മതി. നമുക്കൊരു കയ്യിൻ്റെ അളവാണ് പറയുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് എന്താ പറയുക, എനിക്ക് സ്കെയിലൊക്കെ വെച്ച് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കിങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക, സ്ക്രാപ്പർ വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ പിന്നെ കട്ട് ചെയ്യണത്. കത്തി ഉണ്ടായാലും മതി കേട്ടോ കട്ട് ചെയ്യാൻ. ഞാനിവിടെ കട്ടറുള്ളതുകൊണ്ട് ഈസി ആയിട്ട് കട്ട് ചെയ്യാമല്ലോ, പിസ്സ കട്ടർ കൊണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇതാണ് കേട്ടോ പിസ്സ. ഇത് എന്താ പറയുക, ഡോ ശരിയായാൽ അങ്ങനെ വിട്ട് നിൽക്കില്ല, അങ്ങനെ ഒരുമിച്ച് നിൽക്കും. പിന്നെ ഞാൻ ഇങ്ങനെ ഒന്നുകൂടി കട്ട് ചെയ്തിട്ട് വിട്ട് നിർത്തിയതാണ്. ഇങ്ങനെ നമുക്ക് മാവ് എന്താ പറയുക, ഫില്ലിങ് ഇതിലേക്ക് വെച്ചുകൊടുക്കാം. എനിക്ക് 9 എണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കട്ട് ചെയ്തത് വെച്ചിട്ട് ഞാനൊരു 3 എണ്ണം കൂടി ഒട്ടിച്ചെടുത്തിട്ട് ഞാനൊരു 3 എണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിൽ കാണിച്ചു തരാം. വീട്ടിൽ കാണാമല്ലോ, നമുക്ക് കഴിക്കാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് കളഞ്ഞതൊന്നുമില്ല. നമുക്ക് അതുകൊണ്ട് വേറൊരു എന്താ പറയുക, ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റുള്ളൊരു തന്നെ ഒരു സ്നാക്കാവും. പക്ഷേ അത് ഞാൻ പിന്നെ ഇനിയൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ അത് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ട് ഞാനൊരു 3 എണ്ണം കൂടി എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ പറയുക, എഗ്ഗ് പകുതി, ഒരു എഗ്ഗിൻ്റെ പകുതിയാണ് കേട്ടോ ഇതിലേക്ക് വെക്കണത്. എന്നിട്ട് ഡോ നല്ലോണം വലിച്ച് പിടിക്കണം. ഞാനൊരു 200 ഡിഗ്രി സെൽഷ്യസിലാണ് ഓവന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോഴേക്കും അടുപ്പത്ത് ഒരു വേണ്ടാത്തൊരു ചെമ്പാണത്, അലുമിനിയത്തിൻ്റെ. അതിലേക്കൊരു റിങ് ഇറക്കി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് പാകമുള്ളൊരു മൂടി എടുത്തു ഞാൻ, ഒരു അലുമിനിയത്തിൻ്റെ. പിന്നെ അതിലൊന്ന് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അടിയിലൊട്ടി പിടിക്കുമല്ലോ. 2 എണ്ണം ഞാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ അടുപ്പത്തൊന്നും വെച്ച് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുപ്പത്ത് വെച്ച് ട്രൈ ചെയ്ത് നോക്കണം. ശരിയാവുമോ ഇല്ലെന്ന് അറിയില്ലല്ലോ. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ശരിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓവനിൽ വെക്കാനുള്ളത്, അതും ഞാൻ എഗ്ഗ് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഓവനിക്ക് വെക്കാനുള്ളത് നമുക്ക് ഒന്ന് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കാം. അത് കണ്ടാൽ തന്നെ അറിയാം, ഒരു 2-3 എണ്ണം കണ്ടോ. ഇതൊക്കെ ഞാൻ എന്താ പറയുക, ഒട്ടിച്ചെടുത്തതാണ്. മറ്റേതൊക്കെ ശരിക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓവനിൽ കിട്ടുന്ന ആ ഒരു ട്രേ തന്നെയാണ്. അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ, അടിയിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ചാലൊന്ന് ഈസി ആയിട്ട് കിട്ടുമല്ലോ. അങ്ങനെ നമുക്ക് ടോട്ടലി ഒരു 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഞാൻ വിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, എഗ്ഗ് വാഷ് ചെയ്ത് കൊടുത്തിട്ട്. അതാ 3 എണ്ണം ഞാൻ ഒട്ടിച്ചെടുത്തതാണ്. അപ്പോൾ അതിലൊന്ന് എന്താ പറയുക, വെന്ത് വന്നപ്പോൾ ഒന്ന് ലീക്കാവും ചെയ്തിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് എടുത്തുട്ടോ എനിക്കിത് വേവാൻ. കറക്റ്റ് ഓർമ്മ കിട്ടണില്ല. 45 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടുപ്പിൽ വെച്ചതും അത്ര സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഏകദേശം ഒരേ ടൈമിൽ തന്നെയാണ് ആയത്. സിമ്മ് എന്താ പറയുക, ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ടാണ് കേട്ടോ അടുപ്പത്ത് വെച്ചത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഓവനിൽ വെച്ചത് ഇതാണ് കേട്ടോ. അടുപ്പത്ത് വെച്ചത് നല്ലോണം നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പൊടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.